അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിനു പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ US താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തി. ബഹ്റൈൻ, കുവൈറ്റ്, അബുദാബി, ഖത്തർ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ സ്ഫോടനം ഉണ്ടായതായി റിപ്പോർട്ട്. അബുദാബിയിൽ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇയാൾ ഏഷ്യൻ വംശജനാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ബഹ്റൈനിൽ അടിയന്തര സൈറൻ മുഴങ്ങിയതായും അൽ ജസീറയുടെ റിപ്പോർട്ടിലുണ്ട്. ബഹ്റൈനിൽ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടായതായും ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളെന്ന നിരവധി വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. ബഹ്റൈൻ ജുഫൈർ ഭാഗത്താണ് US മിലിറ്ററി ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ജുഫൈർ ഭാഗത്തു നിന്നും പുക ഉയരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കുവൈറ്റിൽ ജഹ്റയിലാണ് സ്ഫോടനം നടന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഖത്തർ, കുവൈറ്റ്, UAE എന്നീ ഗൾഫ് രാജ്യങ്ങൾ വ്യോമപാത അടച്ചു. ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണത്തിന് UAE വിധേയമായതായി പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചു. UAE വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളെ ഉയർന്ന കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്യുകയും നിരവധി മിസൈലുകളെ വിജയകരമായി തടയുകയും ചെയ്തുവെന്ന് പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. റെസിഡൻഷ്യൽ ഏരിയയിൽ ചില മിസൈലുകൾ പതിക്കാനിടയായ സാഹചര്യം UAE തടഞ്ഞു. എന്നാൽ ചില ഭൗതിക നാശനഷ്ടങ്ങൾക്ക് കാരണമായി. തകർന്നു വീണ അവശിഷ്ടങ്ങൾ ഒരു ഏഷ്യൻ പൗരന്റെ മരണത്തിന് കാരണമായതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. UAEയിലെ സുരക്ഷാ സ്ഥിതി സുരക്ഷിതമാണെന്നും ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും 24 മണിക്കൂറും സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും അധികൃതർ പറയുന്നു. UAEയിലെ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും കിംവദന്തികളോ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളോ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കാനും മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു.